നിങ്ങൾ കേരള പി എസ് സിയുടെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങളുടെ പ്രിപ്പറേഷനെ നെക്സ്റ്റ് ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി സിഗ്നേച്ചർ ലേണിംഗ് ഒരു ഓൺലൈൻ വെബിനാർ സംഘടിപ്പിക്കുകയാണ്. ആ ഓൺലൈൻ വെബിനാറിന്റെ വിശദാംശങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വെബിനാർ നടക്കുന്നത് നമ്മുടെ ഈ വരുന്ന വിഷു ദിനത്തിലാണ്, അതായത് ഏപ്രിൽ 15 വൈകുന്നേരം 7:30ക്കാണ് നമ്മൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോയുടെ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന നമ്പറിലോട്ട്, വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് അയച്ചാലും മതി. LMI വെബിനാർ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ, ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ വെബിനാർ. ഓക്കെ, അപ്പോൾ ഈ വെബിനാർ നയിക്കുന്നത് ഓരോ സബ്ജക്റ്റിന്റെയും എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ്. അപ്പോൾ നമുക്ക് ഈ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടർ എക്സാമിലുള്ളത് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് ഉണ്ട്, പിന്നെ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സും കമ്പ്യൂട്ടറും. ഈ ഒരു 5 സബ്ജക്റ്റ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഓരോ സബ്ജക്റ്റിന്റെയും എക്സ്പേർട്ട് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ഉണ്ടാവും. അവരായിരിക്കും നിങ്ങൾക്ക് എന്താണ് ഈ വരുന്ന എക്സാമിന്റെ സിലബസും ഓരോ സബ്ജക്റ്റിലും എന്തൊക്കെ പഠിക്കണം, അതുപോലെ എന്തൊക്കെ പഠിക്കരുത്, പിന്നെന്താണ് കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയായിരുന്നു, അതുപോലെ ഓരോ സബ്ജക്റ്റിലും ഒരു 4-5 കഴിഞ്ഞ 2023 എക്സാം നടന്നത്. 2023 നിന്ന് 2026 വരുമ്പോൾ ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ടി എത്രമാത്രം ചേഞ്ച് ഉണ്ടാകും, അതിനനുസരിച്ച് നമ്മളെ പ്രിപ്പറേഷൻ എങ്ങനെ പോളിഷ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യും. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് ഈ PSCയുടെ സിലബസ് വളരെ കൃത്യമായിട്ട് തന്നിട്ടില്ലേ, ആ സിലബസിലെ ഹെഡിങ് മാത്രം പഠിച്ചു കൊണ്ടുപോകുന്നവർക്ക് എല്ലാ ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ആ ക്വസ്റ്റിന് പുറത്തു നിന്നും കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മുടെ സിലബസിന് പുറത്ത് എത്രത്തോളം നമ്മുടെ പഠിത്തം എക്സ്പാൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പക്ഷെ കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് ടൈം വേസ്റ്റ് ആക്കാനും പാടില്ല. പക്ഷെ ചില ക്വസ്റ്റ്യൻസ് നോക്കുമ്പോഴത്തേക്കും സിലബസിൽ കാണുന്ന അതേ ഹെഡിങ് പഠിച്ചുകൊണ്ട് പോയവർക്ക് ആൻസർ ചെയ്യാൻ പറ്റാത്ത ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. അപ്പോൾ അത് എത്രത്തോളം നമ്മൾ പഠിക്കണം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആ എക്സാം എഴുതി കിട്ടുന്ന ജോലിയെക്കുറിച്ചും ജോലിയുടെ നാച്ചറിനെ കുറിച്ചും സാലറിയെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴല്ലേ നമുക്ക് കൃത്യം ഒരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. അതിനുവേണ്ടി കൃത്യമായി കംപ്ലീറ്റ് ജോബ് പ്രൊഫൈലിന്റെ അനാലിസിസ് ഉണ്ടാവും. പിന്നെന്താണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പ്രീവിയസ് എക്സാമിന്റെ അനാലിസിസ് ഉണ്ടാവും. പിന്നെ സബ്ജക്ട് വൈസ് സിലബസ് അനാലിസിസ് ഉണ്ടാവും. പിന്നെ കഴിഞ്ഞ തവണ നടന്ന എക്സാമിന്റെ കട്ട് ഓഫ് എത്രയായിരുന്നു, അതുപോലെ റാങ്ക് ലിസ്റ്റിന്റെ ഡീറ്റെയിൽസ്, എത്ര റാങ്ക് കിട്ടിയവർക്ക് ഒരു അഡ്മിഷൻ നമ്മുടെ അഡ്വൈസ് പോയിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് പറയും. കാരണം എന്താണെന്ന് വെച്ചാല് നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് ജോലി കിട്ടണമെന്നില്ല, അല്ലെ? എല്ലാവർക്കും അറിയാമല്ലോ, കേരള PSCയുടെ കാര്യം അങ്ങനെയാണ്. റാങ്ക് ലിസ്റ്റിലുള്ള എല്ലാവർക്കും ജോലി കിട്ടത്തില്ല. ലാസ്റ്റ് അഡ്വൈസ് എത്ര മാർക്കിനാണോ പോയത്, അതാണ് നമുക്ക് ഒരു പ്രാക്ടിക്കൽ കട്ട് ഓഫ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുക. സോ അതുപോലെ തന്നെ ടോപ്പ് റാങ്ക് കിട്ടുന്നവർ പഠിക്കുന്ന സ്ട്രാറ്റജീസ്, എങ്ങനെയൊക്കെ പഠിക്കണം, എന്തൊക്കെ പഠിത്തത്തിൽ നമ്മൾ എന്തൊക്കെ എറർ വരുത്താൻ പാടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയും. അതുപോലെ സ്മാർട്ട് സ്റ്റഡി ടെക്നിക്ക്. പിന്നെ ഒത്തിരി പേര് ഇങ്ങനെയുള്ള ടെക്നിക്കൽ PSC എക്സാംസ് മാത്രം എഴുതുന്നവരുണ്ട്. അതായത് അവർ എക്സാം എഴുതുന്നത് ഒത്തിരി ലോങ് ഗ്യാപ്പിന് ശേഷമായിരിക്കും എക്സാം എഴുതുന്നത്, പഠിച്ചതിന് ശേഷം കുറെ കഴിഞ്ഞിട്ടായിരിക്കും എക്സാം എഴുതുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നുള്ള സ്പെഷ്യൽ സ്റ്റഡി സ്ട്രാറ്റജീസ് നമ്മൾ പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ ലീഗൽ മെട്രോളജി ഇൻസ്പെക്ടറിന്റെ കോഴ്സ് സിഗ്നേച്ചർ ലേണിംഗ് ലോഞ്ച് ചെയ്യുവാണ്. ആ കോഴ്സിന്റെ വിശദാംശങ്ങൾ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. സോ എല്ലാവർക്കും നമ്മുടെ വെബിനാറിലേക്ക് സ്വാഗതം. വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി ഈ വീഡിയോയുടെ താഴെ കാണുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ, വാട്സപ്പ് നമ്പറിൽ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.